ഞങ്ങൾ കർമ്മങ്ങൾ ഒരുപാട് ചെയ്തു, പക്ഷേ ഇന്നുവരെ സ്വർഗം കിട്ടാൻ ചെയ്തിട്ടും പൂർണ്ണമായ ഒരു തൃപ്തിയൊന്നും ഉണ്ടായിട്ടില്ല. അതിനെന്താണ് ഉപാധി? മനുഷ്യന്റെ മനസ്സിന് വേണ്ടത് തൃപ്തിയാണ്, പൂർണ്ണമായ തൃപ്തിയാണ്. അതിൽ കൂടി ഉണ്ടാവേണ്ടത് സുഖമല്ല, ആനന്ദമാണ്. ആനന്ദ അനുഭവമാണ് മനുഷ്യജന്മത്തിന്റെ പരമമായ ലക്ഷ്യം. സുഖം എന്ന് പറയുന്നതിന് കൂടെ എന്തുണ്ട്? ദുഃഖം. ഇരുട്ടിന്റെ കൂടെ എന്തുണ്ട്? വെളിച്ചം, ഇല്ലേ? ജനനത്തിന്റെ കൂടെ എന്തുണ്ട്? മരണം. ആനന്ദത്തിന്റെ കൂടെ എന്തുണ്ട്? ആനന്ദത്തിന്റെ കൂടെ എന്തുണ്ട്? ആനന്ദം മാത്രമേ ഉള്ളൂ. എന്താ പേര്? ആനന്ദവല്ലി. ഇതിപ്പോ ഇവിടെ ഉണ്ടോ ആനന്ദവല്ലി? അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞോ. ഈ ചെല്ലുന്നിടത്ത് എല്ലാം ഉണ്ടല്ലോ പറയുന്നത്. കഴിഞ്ഞ ദിവസം കരിപ്പാടി ഇതുപോലെ റോഡിൽ നിന്ന് ഇതുപോലെ പറയപ്പോണ്ട് ഉടനെ അടുത്ത ആൾ വന്നു, ചേച്ചി ഞാൻ ഇവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ. പേരിനോട് യാതൊരു ബന്ധവും കാണത്തില്ല നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താ കാരണം? നമുക്ക് ആനന്ദം അനുഭവിക്കാൻ ഇന്ന് വരെ കഴിയില്ല. അപ്പോ ആനന്ദം അനുഭവിക്കേണ്ടത്, ആനന്ദമാണ് ജീവിതത്തില്. സുഖത്തേക്കാൾ അപ്പുറമായത് ആനന്ദം. ആനന്ദം അനുഭവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കൊന്നും വേണമെന്ന് തോന്നില്ല. പക്ഷെ നമ്മൾ അത് ജീവിതത്തിൽ അനുഭവിച്ചു തുടങ്ങിയിട്ടില്ല, ആനന്ദം അനുഭവിച്ചു തുടങ്ങിയില്ല. കുറച്ചൊക്കെ ആനന്ദം അനുഭവിച്ച് എന്നെ അനുഭവിച്ചുള്ളൂ. കുട്ടിക്കാലത്ത് വേണമെങ്കിൽ കുറച്ച് ആനന്ദം അനുഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ. കാരണം അന്നേരവും വലിയ ആനന്ദമൊന്നും അല്ലാതെ അച്ഛനും അമ്മയുടെ താങ്ങുന്നുണ്ടേ ആനന്ദമൊക്കെ വേറെ വഴിക്ക് പോകും, ഇല്ലേ? അപ്പോൾ അവിടെ സുഖം എന്നേ പറയാൻ പറ്റൂ. എപ്പോഴാണ് ആനന്ദം അനുഭവിക്കുക? പൂർണ്ണമായിട്ടും ആ പരമമായിരിക്കുന്ന സത്യത്തെ അറിഞ്ഞനുഭവിക്കുമ്പോഴാണ് ആനന്ദം അനുഭവിക്കാൻ കഴിയുക. ഏത് സത്യത്തെ? ഈ പ്രപഞ്ച സത്യത്തെ. അപ്പോൾ മാത്രമേ ആനന്ദത്തെ അനുഭവിക്കാൻ സാധ്യമാകൂ. അപ്പം അതുകൊണ്ട് പറയുകയാണ്, എന്താണതൊരു ഉപാധി എന്ന് ചോദിക്കുക. അതിന് ഏതാണ്ട് ഉത്തരമായിട്ടാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ പുത്രനായിരിക്കുന്ന ജനമേജയന് വേദവ്യാസമുനി ഉപദേശിച്ചു കൊടുത്തത്. അദ്ദേഹം തന്നെ എഴുതിയ ശ്രീമദ് ദേവി ഭാഗവതം പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. അവിടെ ആദ്യം പറയുന്നത് പുരാണങ്ങളും അതിൻ്റെ ഗ്രന്ഥസംഖ്യകളുമൊക്കെയാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ഭഗവതിയുടേതായിരിക്കുന്ന ഒരു മഹിമയെ കുറിച്ച് അവിടെ പറയുക. ഈ ലോകത്തിന് മുഴുവൻ സൃഷ്ടി സ്ഥിതി സംഹാരാദികളെ ചെയ്യുന്നു. മറ്റുള്ളവർ ശ്രേഷ്ഠം എന്ന് പറയുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ എല്ലാം സൃഷ്ടികർത്താവായിട്ടുള്ള ആ ജഗദംബികയല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുക. അതായത് സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ആ ശക്തി സ്വരൂപമാണെന്നും സർവചരാചരങ്ങളും ആ ശക്തി സ്വരൂപത്തിലാണെന്നും അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊന്നിനെയും കാണാൻ സാധിക്കുകയില്ല എന്നും ആദ്യമേ തന്നെ പറഞ്ഞു വെക്കണം. ഇതിനാണ് നമ്മളും ആ ശക്തി സ്വരൂപത്തിൻ്റെ സവിശേഷമായ ഭാവമാണ്, രൂപമാണെന്ന് ബോധിക്കുന്നില്ല. നമ്മളൊക്കെ ഇപ്പോൾ മനുഷ്യനാണ് എന്ന രൂപത്തിൽ നടക്കുന്നവർ. മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും മനുഷ്യന്റെ സ്വഭാവമൊന്നും അല്ല നമ്മളിപ്പോൾ കാണിക്കുന്നതാണോ? മനുഷ്യന്റെ പൂർണ്ണമായ സ്വഭാവമാണോ നമ്മളിപ്പോൾ കാണിക്കുന്നത്? ആണോ?
അല്ല, ഏതാണ്ട് 80% മൃഗത്തിൻ്റെ 20% മനുഷ്യൻ്റെ സ്വഭാവമായിട്ടോ നമുക്ക്. കാരണം എന്തിനെ കണ്ടാലും കൊല്ലണം എന്നൊരു ചിന്തയല്ലാതെ മറ്റൊന്നും നമുക്കിപ്പോൾ ഇല്ല. ഉണ്ടോ? നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ട അപ്പം അവനെ എന്തോ ചെയ്താൽ മതി, തട്ടുക നമുക്ക്. അല്ല, അവരോട് സംസാരിച്ച് നേരെയാക്കാനുള്ള സ്വഭാവം നമുക്കിപ്പോൾ ഇല്ല. അപ്പം മനുഷ്യൻ എന്ന രൂപത്തെ കുറെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നടക്കുന്നവരാണ്. അപ്പൊ ഈ മനുഷ്യജന്മം എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ പറയും എന്താണ്, മുക്തി നേടാനാണ്. അതിന് ശ്രമിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതിട്ടില്ല. എന്തുകൊണ്ട്? ആ യാഥാർത്ഥ്യ ബോധം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവതിയുടെ ആ മഹിമയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ പറയുകയാണ്, ഒരു ദിവസം ബ്രഹ്മദേവനെ നോക്കുമ്പോൾ സ്ഥിതിയുടെ കാരകനായിരിക്കുന്ന വേദങ്ങൾ എല്ലാത്തിനും ആധാരമെന്ന് വിശേഷിപ്പിക്കുന്ന ആ മഹാവിഷ്ണു ധ്യാനിക്കുന്നത് കണ്ടു. ഇതാരാ പറയണേ? ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ ആരോട് പറഞ്ഞു? നാരദ മുനിയോട് പറഞ്ഞു. നാരദന് ആരോട് പറയാൻ പോവാ? വ്യാസനോട് പറയുക. ഈ വ്യാസൻ എവിടെ ഇരിക്കുന്നത്? സരസ്വതി നദിയുടെ തീരത്ത് ശമ്യാപ്രാസം എന്ന് പറയുന്നവന്റെ ആശ്രമത്തില് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നാരദമുനി അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഈ നാരദമുനിയോട് ചോദിക്കുകയാണ്, എന്താണ്? സന്തതി ഉണ്ടാവാൻ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ത്രിമൂർത്തികളിൽ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെ സന്തതി? സത്സന്താനം ഉണ്ടാവാൻ. നമുക്ക് എങ്ങനെയും ഉണ്ടായാൽ മതി. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണം? പറ്റുമെങ്കിൽ 6 മാസത്തിന് മുമ്പ് പ്രസവിച്ചോണം. അല്ലെ നാട്ടിൽ വയ്ക്കും, ഒന്നായില്ലേ നമ്മളെക്കാൾ ഉള്ളമാർക്ക നാട്ടുകാർക്ക് കൊണ്ട് പറ്റുമെങ്കിൽ 6 മാസം പ്രസവിച്ചോണം എന്നാണ് പ്രതീക്ഷ. പക്ഷെ എന്താണ്, നമുക്ക് എങ്ങനെയെങ്കിലും ഒരിടത്തിനെ കിട്ടിയാൽ മതിയാണ്. സന്തതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണം. പക്ഷെ നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഭഗവാന്? അല്ലെ ഈ ജോലിക്കാവിലിരിക്കുന്ന ഉമാമഹേശ്വര, എനിക്ക് ഭക്തിയുള്ള ആത്മജ്ഞാനം നേടിയെടുക്കുന്ന വിധത്തിലുള്ള ഒരു സത്സന്താനം ഉണ്ടാവണമെന്ന് നമ്മളെ പ്രാർത്ഥിക്കുന്നു. ഉണ്ടോ? ഉണ്ടോ? ചെന്നെന്താ പറയും? ഭഗവാനെ ഒരെണ്ണത്തിന് എങ്ങനെങ്കിലും. അതുകൊണ്ട് എന്താ ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞ അവിടെ ഭജകണം പോകും അല്ലേ? ആ സൈസാണ് നമ്മുടെ. എന്തുകൊണ്ട്? ഇനിയും പോലെ അങ്ങനെ പ്രാർത്ഥിച്ച് ഭഗവാൻ തന്നത് ഉണ്ടായി തുടങ്ങിയപ്പോഴെങ്കിലും നമ്മൾ വേണ്ടവണ്ണം വല്ലോ വളവോ കൊടുത്തോ? കൊടുത്തില്ല. അങ്ങ് തലപ്പൊക്കത്തിന് മുകളിൽ എത്തിയപ്പോഴാണ് വളം ഇട്ട് കൊടുക്കാൻ മോനെ നീ നേരെ ചൊവ്വേ പറഞ്ഞത് വരുമോ? കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ഇതിപ്പോ ഒരു പരിധി വരെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുള്ളവരുടെ വന്നിരിക്കണേന്ന് ഈശ്വരനെ ഞാൻ നേരത്തെ തെറി വിളിക്കുമായിരുന്നാലും ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങോട്ട് വളർന്നു അങ്ങനത്തെ വിളിക്കും എന്ന് പറയും. പക്ഷേ എന്താ പ്രയോജനമൊക്കെ ഒരു കുറെയെങ്കിലും ആ ഒരു ഈശ്വരീയമായ ചിന്ത അതുങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ പകർന്നു കൊടുത്തത് കൊണ്ടായിരിക്കും ഇന്നിപ്പോൾ അതിന് ചോദ്യം ചോദിക്കാൻ ആളുകൾ എടുത്തില്ല. വഴക്ക് അങ്ങനെ അവന്മാർ ആളുകൾ എടുത്തില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ അവന്മാരെ ഒന്നും പറയണമെങ്കിൽ എടുത്തിരിക്കുന്നത് അവിടെ ഇരുന്നോട്ടെ. ക്യൂവിൽ ഫസ്റ്റ് ചാൻസ് നിങ്ങൾക്ക് തരേണ്ട ഉണ്ണാതെ നിങ്ങൾക്ക് കൂടി ചോറ് വന്നിട്ട് ബാക്കി അവർക്ക് പോരെ. അപ്പോ ആ ഒരു സംസ്കാരം കുട്ടിക്കാരുടെ അല്ലെങ്കിൽ അമ്മയുടെ